ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാനേജറിയൽ എക്കണോമിക്സ് എന്ന സബ്ജക്റ്റിൽ 4ാമത്തെ മൊഡ്യൂളിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ 4ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ ആൻ ഓവർവ്യൂ ഓഫ് ഇന്ത്യൻ എക്കണോമിയെ പറ്റിയിട്ടുള്ളൊരു ഓവർവ്യൂ ആണ്. ഇതിൽ നമ്മൾ 5 ക്വസ്റ്റ്യൻസ് ആണ് മെയിനായിട്ടും ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കണോമിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇത് ഏകദേശം ഒരു ജനറൽ ടോപ്പിക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് പഠിച്ചിട്ടില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരിക. ജനറൽ ആയിട്ട് വരുന്നതാണ്, പക്ഷെ ജനറലി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. അപ്പോൾ കുറച്ച് പോയിന്റുകളുണ്ട്, അത് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് റീസൺ ഇമ്പാക്റ്റ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. അപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കണോമി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ എക്കണോമിയുടെ ഈ ഇന്ത്യ സാമ്പത്തികത്തിൻ്റെ ഒരു ഫീച്ചേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ അത് ലോ പെർ കാപ്പിറ്റ ഇൻകാണ്. പെർ കാപ്പിറ്റ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളോഹരി വരുമാനം അല്ലേ, മൊത്തം രാജ്യത്തിൻ്റെ നാഷണൽ ഇൻകത്തിനെ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പീപ്പിൾ, പോപ്പുലേഷൻ കൊണ്ട് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. അപ്പോൾ കിട്ടുന്നതാണ് ലോ പെർ കാപ്പിറ്റ ഇൻകം. അപ്പോൾ ഓരോരുത്തരുടെയും ഇൻകം എത്രയാണ് എന്നുള്ളത് നോക്കാൻ സാധിക്കും പെർ കാപ്പിറ്റ ഇൻകം വഴി. അപ്പോൾ ഇന്ത്യൻ പെർ കാപ്പിറ്റ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള ആൾക്കാരുടെ ഓരോരുത്തരുടെയും ആളോഹരി വരുമാനം എന്നുള്ളത് എന്താണ്, വളരെ കുറവാണ്. അത് ഇന്ത്യൻ എക്കണോമിയുടെ ഒരു ഫീച്ചറാണ്. പിന്നെ ഇന്ത്യൻ എക്കണോമി ഈസ് ബേസ്ഡ് ഓൺ ദി അഗ്രികൾച്ചറൽ ബേസ്ഡ് ആയിട്ടാണ് ഇന്ത്യൻ എക്കണോമി നിലകൊള്ളുന്നത്. ഓവർ പോപ്പുലേഷൻ ആണ്, ഏകദേശം 125 കോടി ജനങ്ങളുണ്ട്. ഇൻകം ഡിസ്പാരിറ്റീസ് എന്ന് പറയുമ്പോൾ ഒരുപാട് മണി കുറച്ച് ആൾക്കാരുടെ കയ്യിൽ, ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 10-75% മൊത്തം മണി ആകെ 20% ആൾക്കാരിൽ എന്ത് ചെയ്യണം, കുമിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഇൻകം ഡിസ്പാരിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കുറച്ച് ആൾക്കാരുടെ കയ്യിൽ എന്താണ്, ഒരു 60-70% മണി കിടക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് ലാക്ക് ഓഫ് ക്യാപിറ്റൽ ഫോർമേഷന് അതിൻ്റെ അപര്യാപ്തതയുണ്ട്. ബാക്ക്വേർഡ്നെസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിലെ ബാക്ക്വേർഡ്നെസ്. മാർക്കറ്റ് ഇംപെർഫെക്ഷൻ, മാർക്കറ്റ് എപ്പോഴും പെർഫെക്റ്റ് ആയിട്ടില്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫ്ലക്ച്വേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എക്കണോമി ഈസ് ട്രാപ്ഡ് ഇൻ ദി വിഷ്യസ് സർക്കിൾ ഓഫ് പോവർട്ടിയിൽ കിടന്ന് കളിക്കുകയാണ്. ഈ എക്കണോമി എന്നുള്ളത് ഇപ്പോഴും ഒരുപാട് പേര് ഈ ബിലോ പോവർട്ടി ലൈനിൻ്റെ താഴെയാണ്, BPL ആണ്. ദെൻ യൂസ് ഓഫ് ഔട്ട്ഡേറ്റഡ് ടെക്നോളജി, നമ്മളിപ്പോഴും യൂസ് ചെയ്യുന്നത് ഔട്ട്ഡേറ്റഡ് ടെക്നോളജി ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ പഠിച്ചിട്ട് നമ്മൾ പല ഫോറിൻ കൺട്രിയിലേക്കൊക്കെ പോകുന്നു, ബട്ട് എന്നിട്ട് അവിടെ ന്യൂ ടെക്നോളജിയൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നു, അത് യൂസ് ചെയ്യുന്നു, ബട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇപ്പോഴും ഔട്ട്ഡേറ്റഡ് ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. ട്രഡീഷണൽ സെറ്റപ്പ് ഓഫ് ദി സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡേൺ ഒന്നും ആയിട്ടില്ല, പഴയ ആ ഒരു ട്രഡീഷണൽ സെറ്റപ്പിൽ തന്നെയാണ് ഇപ്പോഴും സൊസൈറ്റി നിലകൊള്ളുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യൻ എക്കണോമിയുടെ ഫീച്ചേഴ്സ്. ദെൻ നെക്സ്റ്റ് അടുത്തൊരു ടോപ്പിക്കാണ് അൺഎംപ്ലോയ്മെൻറ്റ്. പിന്നെ അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാവാനുള്ള റീസൺ. അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഎംപ്ലോയ്മെൻറ്റ് റെഫേഴ്സ് ടു എ സിറ്റുവേഷൻ when people are willing and able to work and not gainfully employed in any productive activity. ആൾക്കാർ ജോലി ചെയ്യാൻ വില്ലിങ് ആണ്, ആബിൾ ആണ്, പക്ഷേ അതിൻ്റെ ജോലി ചെയ്യാനുള്ള ഒരു പ്രൊഡക്ടിവിറ്റി ആയില്ല, അല്ലെങ്കിൽ പ്രൊഡക്റ്റീവായിട്ടൊരു ആക്ടിവിറ്റിയും അവൈലബിൾ അല്ല. ജോലി ചെയ്യാനുള്ളൊരു സാഹചര്യം ഇല്ല എങ്കിൽ, അതിന് ജോലിയൊന്നും ഇല്ല എങ്കിൽ, പക്ഷേ ആൾക്കാർ എന്താണ്, ജോലി ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാവാനുള്ള റീസൺ എന്ന് പറയുമ്പോൾ കാസ്റ്റ് സിസ്റ്റമാണ്. പിന്നെ അതേപോലെ സ്ലോ എക്കണോമിക് ഗ്രോത്ത്, വളരെ മെല്ലെയാണ് എക്കണോമിക് ഗ്രോ ചെയ്യുന്നത്. ഒരുപാട് പോപ്പുലേഷൻസ് ഉണ്ട്. പിന്നെ അഗ്രികൾച്ചറിന് സീസണൽ ഒക്യുപ്പേഷൻ, പല അഗ്രികൾച്ചറും സീസണാണ് അല്ലേ. അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ സീസൺ തന്നെയാണ് എന്ന് പറയാം. അപ്പോൾ ചിലപ്പോൾ ഒരു കൃഷിയുടെ ഒക്കെ കുറച്ച് കാലം എന്ത് ചെയ്യും, ഒഴിഞ്ഞു കിടക്കേണ്ടി വരും, കൃഷി ചെയ്യാൻ പറ്റാത്ത ടൈമൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് ആ സമയത്ത് എന്താണ്, പ്രൊഡക്റ്റീവ് അല്ലാതിരിക്കുകയാണ്. അപ്പോൾ അത് അൺഎംപ്ലോയ്മെൻറ്റിന് കാരണമാണ്. ജോയിൻറ്റ് ഫാമിലി സിസ്റ്റമാണ്. ഫാൾ ഓഫ് കോട്ടേജ് ആൻഡ് സ്മോൾ ഇൻഡസ്ട്രീസും ഈ കോട്ടേജ് ഇൻഡസ്ട്രിയും ഒക്കെ അതിൻ്റെ എണ്ണം കുറഞ്ഞു വരികയാണ്. സ്ലോ ഗ്രോത്ത് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷനും അതിൻ്റെയും ഗ്രോത്ത് വളരെ മെല്ലെയാണ്. അതേപോലെ നെക്സ്റ്റ് ലെസ് സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇപ്പോൾ പല ആൾക്കാർക്കും എന്താ പറയുക, ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കുറവാണ്, അതേപോലെ സേവിങ് ഹാബിറ്റ് കുറവാണ്. അപ്പോൾ അതും ഒരു അൺഎംപ്ലോയ്മെൻറ്റ് റീസണാണ്. നെക്സ്റ്റ് ഇനാഡിക്വേറ്റ് ഇറിഗേഷൻ ഫെസിലിറ്റി, ഈ കൃഷിക്ക് ആവശ്യമായുള്ള ഇറിഗേഷൻ ഫെസിലിറ്റീസിൻ്റെ ഇനാഡിക്വേറ്റ് ആണ്, അത് അത്ര തന്നെ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. ഓക്കെ,
അപ്പോൾ ഇതൊക്കെയാണ് അൺഎംപ്ലോയ്മെൻറ്റ് റീസൺസ്. നെക്സ്റ്റ് പോവർട്ടി എന്താണ്, ആ പോവർട്ടിയുടെ റീസണ്. അപ്പോൾ ഇതിൽ എക്സാമിന് നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്ത്യൻ എക്കണോമിയുടെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്താണ് അതിന് റീസൺ, പോവർട്ടിയുടെ റീസണ്, ഇങ്ങനെ പല റീസൺസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ സിമിലർ ആയിട്ട് വരുന്ന കുറച്ച് പോയിന്റുകളുണ്ട്. ഇപ്പോൾ പോപ്പുലേഷൻ കൂടുതലാണ്, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഇല്ല, അങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ള കുറച്ച് പോയിന്റുകൾ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് പോവർട്ടി മേ ബി ഡിഫൈൻഡ് ആസ് എ സോഷ്യൽ ഫിനോമിന in which a section of the society is unable to fulfill even the basic necessity of the life. പോവർട്ടി എന്ന് പറയുമ്പോൾ ഒരു സോഷ്യൽ ഫിനോമിനയാണ്. അപ്പോൾ അതിൽ അവരുടെ ബേസിക് നെസസിറ്റി, അവരുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അവർക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനെയാണ് എന്ത് പറയുന്നത്, പോവർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ പോവർട്ടിയുടെ റീസൺസ് അല്ലെങ്കിൽ പോവർട്ടിയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഹെവി പ്രഷർ ഓഫ് പോപ്പുലേഷൻ, ഒരുപാട് പോപ്പുലേഷൻ കൂടുതലാണ്. അത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അല്ലെ, അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാവാനുള്ള കാരണത്തിലും പോപ്പുലേഷൻ പറഞ്ഞു, ഇൻക്രീസ്ഡ് പോപ്പുലേഷൻ ആണ് അല്ലെങ്കിൽ ഓവർ പോപ്പുലേറ്റഡ് ആണ്. അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് അണ്ടർ എംപ്ലോയ്മെൻ്റ് ആണ്, അൺഎംപ്ലോയ്മെൻറ്റ് കൂടുതലാണ്. ക്യാപിറ്റൽ ഡെഫിഷ്യൻസി, പിന്നെ അണ്ടർ ഡെവലപ്ഡ് എക്കണോമിയാണ്. എക്കണോമി അണ്ടർ ഡെവലപ്ഡ് എന്ന് പറയാൻ പറ്റില്ല, ഡെവലപ്പിംഗ് ആണ് ഇപ്പോൾ. ദെൻ നെക്സ്റ്റ് ഇൻക്രീസിങ് പ്രൈസ് എന്താണ്, കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. പ്രൈസ് കൂടുമ്പോൾ അത് ആൾക്കാർക്ക് അത് വാങ്ങാൻ സാധിക്കാതെ വരും. അപ്പോൾ അതുകൊണ്ട് അവരുടെ നെസസിറ്റീസ് ഫുൾഫിൽ ചെയ്യാതിരിക്കാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് റൂറൽ എക്കണോമിയാണ്. ഇന്ത്യയുടെ മെജോറിറ്റി 60-70% റൂറൽ എക്കണോമിയാണെന്ന് പറയാം. ലാക്ക് ഓഫ് സ്കിൽഡ് ലാബേഴ്സ് കുറവാണ്, അൺസ്കിൽഡ് ലാബേഴ്സാണ് കൂടുതൽ. അപ്പോൾ സ്കിൽഡ് ലാബേഴ്സ് ഉണ്ടാകുമ്പോഴാണ് അവർക്ക് ആ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ കിട്ടാം. അൺസ്കിൽഡ് ആകുമ്പോൾ പലപ്പോഴും അവർ എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ ജോലി കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യം വരും. ജോലി കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്ക് ജീവിക്കാനുള്ള ക്യാഷ് ഉണ്ടാകില്ല. ഓക്കെ, ദെൻ ലോ ഗ്രോത്ത് ഓഫ് റേറ്റ്, ഔട്ട്ഡേറ്റഡ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇപ്പോൾ പല ഇൻസ്റ്റിറ്റ്യൂഷനിലും ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള, നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല യൂണിവേഴ്സിറ്റി ആണെന്നുണ്ടെങ്കിലും നമ്മുടെ യൂണിവേഴ്സിറ്റി ആണെങ്കിലും ചിലപ്പോൾ സിലബസ് തന്നെ എന്താണ് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ പല ഇൻസ്റ്റിറ്റ്യൂഷനിലും ഔട്ട്ഡേറ്റഡ് ആണ്. ചിലപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളത് തന്നെ നമ്മളിപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും മോഡേൺ ആയിട്ടുള്ളതും ന്യൂ ഇന്നോവേറ്റീവ് ആയിട്ടുള്ളതൊക്കെ അതിനോട് നമ്മൾ മുഖം തിരിക്കുന്നുണ്ട്. അതൊരു റീസണാണ്. നെക്സ്റ്റ് ഇംപ്രോപ്പർ യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസിനെ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നില്ല, യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അപ്പോൾ ചില പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ചില നാച്ചുറൽ റിസോഴ്സസ് ഇന്ത്യയിൽ നിന്ന് അത് ഖനനം ചെയ്തിട്ട് അത് ഫോറിൻ കൺട്രിയിലേക്ക് പോയിട്ട് അവിടുന്ന് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അങ്ങനെ പല നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്. അപ്പോൾ ഈ നാച്ചുറൽ റിസോഴ്സസിനെ നല്ല രീതിയിൽ ഉപയോഗിക്കാത്തത് പോവർട്ടിക്കൊരു മറ്റൊരു കാരണമാണ്. അപ്പോൾ ഇതൊക്കെയാണ് പോവർട്ടി അതിൻ്റെ റീസൺ ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻഫ്ലേഷൻ ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് മെഷർ ഓഫ് ദി റേറ്റ് അറ്റ് വിച്ച് ദ ആവറേജ് പ്രൈസ് ലെവൽ ഓഫ് എ ബാസ്ക്കറ്റ് ഓഫ് സെലക്റ്റഡ് ഗുഡ് ഓർ സർവീസ് ഇൻ ആൻ എക്കണോമി ഇൻക്രീസസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പണപ്പെരുപ്പം എന്ന് പറയാം അല്ലേ. അപ്പോൾ ആ പണപ്പെരുപ്പത്തെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെഷറാണ് ഇൻഫ്ലേഷൻ എന്നുള്ളത്. അപ്പോൾ ഇൻഫ്ലേഷന് എങ്ങനെ അളക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഇതിൽ പറയുന്നത് വെച്ചാൽ ഒരു ബാസ്ക്കറ്റിൽ കുറച്ച് ഗുഡ്സ് സർവീസ് നമ്മളിട്ട് അതിന് ഓരോ പീരീഡ് ഓഫ് ടൈം, ആ ഓരോ ടൈം കഴിയുമ്പോഴും അതിൻ്റെ പ്രൈസ് എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്, പ്രൈസ് കൂടുന്നുണ്ട്. അപ്പോൾ പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് എന്ത് പറയാം, അവിടെ ഇൻഫ്ലേഷൻ ഉണ്ട് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇൻഫ്ലേഷൻ എന്നുള്ളത് ഇറ്റ്സ് എ ക്വാണ്ടിറ്റേറ്റീവ് മെഷറാണ്. ഇനി ഇൻഫ്ലേഷന് കാരണം എന്തൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് ഇൻക്രീസ് ഇൻ പബ്ലിക് സ്പെൻഡിങ്. നമുക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പബ്ലിക്കായിട്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ അത് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിനെ സ്പെൻഡ് ചെയ്യണം, എങ്കിലാണ് അത് കാര്യമുള്ളൂ. അല്ലെങ്കിൽ അത് ഇൻഫ്ലേഷനെ വഴിവെക്കാൻ ചാൻസ് ഉണ്ട്. ദെൻ ഡെഫിസിറ്റ് ഫിനാൻസിങ് ഓഫ് ഗവൺമെൻറ് സ്പെൻഡിങ്. നെക്സ്റ്റ് ഇൻക്രീസ്ഡ് വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ. മണി സർക്കുലേഷന് കൂടുമ്പോൾ ഇൻഫ്ലേഷൻ ഉണ്ടാവും. പോപ്പുലേഷൻ ഗ്രോത്ത്. ഹോർഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പൂഴ്ത്തി വെക്കുക. ഇപ്പോൾ നമ്മൾ വില കൂടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ചില ഗുഡ്സൊക്കെ പൂഴ്ത്തി വെക്കും അല്ലേ. അത് വില കൂടട്ടെ, ഡിമാൻഡ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രൈസ് കൂടും.
അപ്പോൾ ഈ പൂഴ്ത്തിവെപ്പ് നടത്തുമ്പോൾ അത് ഇൻഫ്ലേഷന് കാരണമാകും. ദെൻ ഈ ജെനുവിൻ ഷോർട്ടേജ്, ഇനി ചിലപ്പോൾ ജെനുവിൻ ആയിട്ടുള്ള ചില ഷോർട്ടേജ് വരുമ്പോൾ, അല്ലെങ്കിൽ ഫ്ലഡോ നാച്ചുറൽ കലാമിറ്റീസോ ഒക്കെ വരുമ്പോൾ അതെന്താണ്, പ്രൊഡക്റ്റ് കിട്ടാതിരിക്കും, ഗുഡ്സ് കിട്ടാതിരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതും ആ സമയത്തും ഈ ഗുഡ്സിൻ്റെ സർവീസിൻ്റെ വാല്യൂ എന്ത് ചെയ്യും, കൂടും. ദെൻ എക്സ്പോർട്ട്, ദെൻ ടാക്സ് റിഡക്ഷൻ, ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ്. ടാക്സ് കൂടുമ്പോൾ അല്ലെങ്കിൽ ടാക്സ് വന്നു കഴിഞ്ഞാൽ കൂടുതൽ ടാക്സ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും അതിൻ്റെ പ്രൈസ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇൻഫ്ലേഷന് കാരണം എന്നുള്ളതാണ് പഠിക്കേണ്ടത്. പിന്നെ ഈ 4th മൊഡ്യൂളിൽ നിന്ന് പഠിക്കാനുള്ളത് WTO ആണ്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 4th മൊഡ്യൂളിൽ നിന്നുള്ള ഏകദേശം ഏരിയ കവർ ചെയ്യാൻ സാധിക്കും. എക്സാമിന് മുമ്പ് ഈ പറയുന്ന ഏരിയാസൊക്കെ കവർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഓക്കെ, താങ്ക് യു.